വെളിപാടിന്റെ പുസ്തകം 14-ാം അധ്യായം. ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവനോടുകൂടെ 144,000 പേരും. അവരുടെ നെറ്റിയിൽ അവന്റെ നാമവും അവന്റെ പിതാവിന്റെ നാമവും എഴുതിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ ഇരുമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു. വീണക്കാർ വീണ മീട്ടുന്നത് പോലൊരു സ്വരം. അവർ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെ മുൻപാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട 144,000 പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അവർ ബ്രഹ്മചാരികളുമാണ്. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടിട്ടില്ല. അവർ നിഷ്കളങ്കരാണ്. ജൂലൈ 13-ാം തീയതി റോസ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണല്ലോ. നമുക്ക് തന്നിട്ടുള്ള എല്ലാ പുരോഹിതന്മാർക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിൽ പറയുന്നത്, അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്, അവർ ബ്രഹ്മചാരികളുമാണ്. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. യേശുക്രിസ്തുവിന്റെ കൂടെ നടക്കുന്ന പുരോഹിതർക്കു വേണ്ടി നമുക്ക് ഈ തിരുനാൾ ദിവസം ശക്തമായി പ്രാർത്ഥിക്കാം. സ്വർഗം ഓരോ പുരോഹിതനെയും എന്തുമാത്രം വിലയോടെയും ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയുമാണ് നോക്കുന്നതെന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. എങ്കിലും ബലഹീനരായ മനുഷ്യരായതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈ തിരുനാൾ ദിവസം ലോകം മുഴുവനുള്ള എല്ലാ വൈദികരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. തിരുനാൾ ദിവസങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എല്ലാ തിരുനാൾ ദിവസങ്ങളിലും നമ്മൾ പ്രത്യേകമായി ഒരുങ്ങി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ പ്രത്യേക കൃപയ്ക്ക് നമ്മൾ പാത്രമാവും. സ്വർഗം തെരഞ്ഞെടുത്ത ചില ദിവസങ്ങളാണ് തിരുനാൾ ദിവസങ്ങൾ. ദൈവരാജ്യം വളരട്ടെ.